കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ ദളിത് വിദ്യാർത്ഥിനി അശ്വതിയെ റാഗിങ്ങിനിരയാക്കിയ സംഭവത്തിൽ മലയാളി വിദ്യാർത്ഥിനികളെ പ്രതിയേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എഫ്ഐആർ കർണാടക പോലീസിന് കൈമാറി. സംഭവത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടി കേരള കർണാടക മുഖ്യമന്ത്രിമാർക്ക് പരാതി നൽകി. കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയ മൊഴിയിൽ റാഗ് ചെയ്ത സംഘത്തിൽ ഉൾപ്പെട്ട 5 മലയാളി വിദ്യാർത്ഥിനികളുടെ പേരാണ് പെൺകുട്ടി പറഞ്ഞത്. കൊല്ലം സ്വദേശി ലക്ഷ്മി, ഇടുക്കി സ്വദേശി ആതിര, കൃഷ്ണ, ജോ, ശില്പ തുടങ്ങിയവരുൾപ്പെട്ട 8 പേർ സംഘത്തിലുണ്ടായിരുന്നു. ആതിര, ലക്ഷ്മി എന്നിവർ ചേർന്നാണ് ഫലമായി ഫിനോയിൽ കുടിപ്പിച്ചതെന്നും പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. ആതിര, ലക്ഷ്മി എന്നീ വിദ്യാർത്ഥിനികളെ പ്രതി ചേർത്താണ് നിലവിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് ഗുൽബർഗ പോലീസ് കമ്മീഷണർക്ക് കൈമാറി. കേസിന്റെ വിവരങ്ങൾ നേരിട്ട് കൈമാറാൻ 2 പോലീസ് ഉദ്യോഗസ്ഥർ കർണാടകയിലേക്ക് പോയിട്ടുണ്ട്. പെൺകുട്ടികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ടെന്നും കോളേജ് അധികൃതർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ഡെപ്യൂട്ടി കമ്മീഷണർ മുഹമ്മദ് സാലി പറഞ്ഞു. നമ്മൾ ക്ലീനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ലോഷൻ എടുത്ത് ബലമായിട്ട് കുട്ടിയുടെ ഇത് വായിലൊഴിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. നമ്മളത് ആ ഒരു മൊഴിയായതുകൊണ്ട് ഇതിന് വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ SC/ST ആക്ട് പ്രകാരമാണ് ഇത്. സ്പെഷ്യൽ ബ്രാഞ്ച് ACയോട് ഞാൻ ആ കോളേജിൽ ബന്ധപ്പെടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം വിളിച്ച് ഈ ഒരു വിഷയം പറഞ്ഞ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അല്പം കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച് പിന്നീട് അതിന് ശേഷം നമ്മൾ എവിടെ നിന്ന് ചെല്ലുന്ന ഫോൺ അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നുവെന്ന അൽഖമാർ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലിന്റെ ആരോപണം തെറ്റാണെന്ന് ചികിത്സയിൽ കഴിയുന്ന അശ്വതി പറഞ്ഞു. റാഗ് ചെയ്തവരെ രക്ഷിക്കാനാണ് കോളേജ് അധികൃതർ ശ്രമിക്കുന്നത്. വേസ്റ്റിൽ കിടന്നിട്ട് ഉരുളിപ്പിച്ച് അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുക, അതൊക്കെ എടുത്ത് വീഡിയോ കണ്ട് അവരെന്നെ സ്വയം കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം മെയ് 9-നാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അത് റൂമിൽ വന്നിട്ട് ബലമായിട്ട് കൈയൊക്കെ പിടിച്ച് വായിക്ക് ആസിഡ് ഒഴിക്കായിരുന്നു അവര്. റാഗിംഗ് സംഭവത്തിൽ ആവശ്യമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പെൺകുട്ടി കേരള കർണാടക മുഖ്യമന്ത്രിമാർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 1 മുതൽ മെയ് 9 വരെ കോളേജിൽ സീനിയർ വിദ്യാർത്ഥികളിൽ നിന്ന് നേരിടേണ്ടി വന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ കത്തിൽ വിവരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഴ്സിംഗ് വിദ്യാർത്ഥി അശ്വതിക്ക് നേരെ ഉണ്ടായ ക്രൂരമായ റാഗിങ്ങിൽ തകർന്നത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ. പിതാവ് നേരത്തെ ഉപേക്ഷിച്ചു പോയ അശ്വതി ബാങ്ക് വായ്പ എടുത്താണ് കർണാടകയിലെ ഗുൽബർഗയിൽ നഴ്സിംഗിന് ചേർന്നത്. പിതാവ് ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ അമ്മ ജാനകി കൂലിപ്പണിക്ക് പോയാണ് പോറ്റുന്നത്. കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്നു അശ്വതി. നഴ്സിംഗിന് ചേരാനായി 4 ലക്ഷം രൂപ ബാങ്ക് വായ്പ എടുത്തു. 75,000 രൂപ കോളേജിൽ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സാമ്പത്തികമായി ഏറെ പിന്നാക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്കുമേൽ ഇടിത്തി പോലെയാണ് റാഗിംഗ് വിവരമെത്തിയതെന്ന് അമ്മാവൻ പറഞ്ഞു. ഇപ്പൊ ഇത്രയും ദിവസമായി ഈ ആള് നാട്ടിലെത്തിയിട്ട് ഇതുവരെയും ഈ കോളേജിന്റെ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ക്രൂരകൃത്യം ചെയ്ത ഈ വിദ്യാർത്ഥികളെ, ഈ സീനിയേഴ്സ് വിദ്യാർത്ഥികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് എല്ലാ അധികൃതരും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാണ് എനിക്ക് കുട്ടിയുടെ ഒരു അങ്കിൾ എന്ന നിലക്ക് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. അമ്മയും ബന്ധുക്കളും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അശ്വതിയുടെ കൂടെയുണ്ട്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് എടപ്പാളിലെ കളരിക്കൽ പറമ്പിലെ വീട്ടിലെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധവും കൊലപാതക സമയത്ത് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രവും ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മൂവാറ്റുപുഴ, റാന്നി, കരിയിലക്കുളങ്ങര എന്നിവിടങ്ങളിൽ നേരത്തെ നടന്ന കൊലപാതകങ്ങളിൽ അമീറുലിന് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. പെരുമ്പാവൂർ കോടതിയിൽ നിന്ന് ഇന്നലെ 2 മണിയോടെ ആലുവ പോലീസ് ക്ലബ്ബിലെത്തിച്ച അമീറുൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൊലയ്ക്കുപയോഗിച്ച ആയുധവും കൊലപാതക സമയത്ത് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രവും എവിടെയാണ് എന്ന കാര്യത്തിൽ ഇയാൾ വിരുദ്ധ മൊഴികളാണ് നേരത്തെ പോലീസിന് നൽകിയത്. ഇതിനിടെ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത കത്തി കൊലയ്ക്കുപയോഗിച്ചതല്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. അതിനാൽ യഥാർത്ഥ ആയുധവും വസ്ത്രങ്ങളും ഇവിടെ നിന്ന് കടത്താൻ അമീറുൽ മറ്റൊരാളുടെ സഹായം തേടിയതായി പോലീസ് കരുതുന്നുണ്ട്. അമീറുൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലിൽ ഇത് സംബന്ധിച്ച് ഇയാൾ വെളിപ്പെടുത്തൽ നടത്തുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മൂവാറ്റുപുഴ, റാന്നി, കരിയിലക്കുളങ്ങര എന്നിവിടങ്ങളിൽ നടന്ന കൊലപാതകങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൊലപാതകത്തിലെ സമാനതയാണ് അതിന് കാരണം. അതേസമയം കസ്റ്റഡിയിൽ വെച്ച് തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ തെളിവെടുപ്പ് എപ്പോൾ നടത്തണമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമായിട്ടില്ല. മതിയായ സുരക്ഷ ഒരുക്കിയ ശേഷമായിരിക്കും പെരുമ്പാവൂരിലും ഇതര സംസ്ഥാനങ്ങളിലും പ്രതിയെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തുക. KM ഉമേഷ്, കൊച്ചി. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിന് എയ്ഡഡ് സ്കൂളുകളിൽ വൻ പണപ്പിരിവ്. PTA ഫണ്ട്, സ്കൂൾ ഡെവലപ്മെന്റ് ഫണ്ട് തുടങ്ങിയ പേരുകളിൽ സ്കൂളുകൾ പണം വാങ്ങുന്നതായാണ് പരാതി. സ്കൂളുകളുടെ കൊള്ളയ്ക്കെതിരെ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. +1 പ്രവേശനത്തിന് വിദ്യാർത്ഥികൾ നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിലാണ് സ്കൂളുകളുടെ പകൽക്കൊള്ള. പ്രവേശനത്തിന് വലിയ തുകയാണ് എയ്ഡഡ് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും ആവശ്യപ്പെടുന്നത്.
പ്രധാനമായും PTA ഫണ്ട്, സ്കൂൾ ഡെവലപ്മെന്റ് ഫണ്ട് തുടങ്ങിയ പേരുകളിലാണ് സ്കൂളുകൾ വിദ്യാർത്ഥികളിൽ നിന്നും പണം ഈടാക്കുന്നത്. 500 രൂപ വാങ്ങിയിരുന്ന PTA ഫണ്ടിന്റെ സ്ഥാനത്ത് 7,000 മുതൽ 10,000 രൂപ വരെ സ്കൂൾ അധികൃതർ ചോദിക്കുന്നതായാണ് പരാതി. ഇതിനെതിരെ പ്രതിഷേധവും ഇതിനോടകം തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സ്കൂളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകുമെന്നും സ്കൂളുകൾക്ക് മുന്നിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ പറഞ്ഞു. വ്യാപകമായ നിലയിൽ തന്നെയാണ് ഇത്തരം പ്രത്യേകിച്ചും എയ്ഡഡ് മാനേജ്മെൻറ്റുകൾ വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും പ്രവേശന സമയത്ത് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഏറ്റവും ശക്തമായ സമരം ആരംഭിക്കാൻ തന്നെയാണ് SFI തീരുമാനിച്ചത്. ഇത്തരം വിദ്യാലയങ്ങളുടെ പേരുകൾ കണ്ടെത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകാനും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ സമരങ്ങൾ ഈ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഏറ്റെടുക്കാനുമാണ് SFI തീരുമാനിച്ചത്. അൺഎയ്ഡഡ് സ്കൂളുകളുടെ കൊള്ളയ്ക്ക് പുറമെയാണ് ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നതാണ് വിദ്യാർത്ഥികളുടെയും രക്ഷകർത്താക്കളുടെയും വ്യാപക ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഒറ്റയാന്റെ ആക്രമണ ഭീതിയിലാണ് ഇടുക്കിയിലെ മറയൂർ കാർഷിക ഗ്രാമം. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ലക്ഷങ്ങളുടെ കൃഷിയാണ് ആന നശിപ്പിച്ചത്. ഗ്രാമം ഭീതിയിൽ കഴിയുമ്പോഴും വനംവകുപ്പ് നിസ്സംഗത കാട്ടുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. മറയൂർ തലയാർ എസ്റ്റേറ്റിന് സമീപമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി നാട്ടുകാർ ഒറ്റയാന്റെ ആക്രമണം ഭയന്ന് കഴിയുന്നത്. കഴിഞ്ഞ ദിവസം കർഷകരുടെ കൃഷിഭൂമിയിലെ വാഴയും മാതളവും ഉൾപ്പെടെയുള്ള കൃഷികൾ പൂർണ്ണമായും ഒറ്റയാൻ നശിപ്പിച്ചു. കനത്ത കാറ്റും മഴയുമുള്ളതിനാൽ രാത്രികാലങ്ങളിൽ വൈദ്യുതി ബന്ധം പോലുമില്ലാത്ത ഇവിടുത്തെ ലയങ്ങളിൽ ഒറ്റയാൻ എപ്പോൾ വേണമെങ്കിലും ആക്രമിച്ചേക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. കുട്ടികൾക്ക് പകൽ സമയത്ത് സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത അവസ്ഥയുമാണ്. തോട്ടങ്ങളൊക്കെ മറ്റേ വേലിയും വീടിന് മുമ്പിൽ കെട്ടിയിരിക്കുന്ന തുണി ഉണക്കാൻ വേണ്ട കൊടിയിലൊക്കെ പിടിച്ച് വീടിന്റെ മുറ്റത്തിൽ കൂടി നടക്കുന്നത് ഭയങ്കര ശല്യം. അതെന്തെങ്കിലും ചെയ്ത് ഇവിടുന്ന് മാറ്റാൻ. ഈ സ്കൂൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന സമയമാണ്. ചിലർ ഈ +2 പഠിക്കുന്ന പിള്ളേരൊക്കെ വെളുപ്പിനെ 6 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകുന്നതാണ്. റോഡിൽ നിന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സന്ധ്യയാകുന്നതോടെ തോട്ടങ്ങളുടെ ലയങ്ങൾക്ക് സമീപത്തെത്തുന്ന ഒറ്റയാനെ ഭയന്ന് ഇവിടുത്തുകാർ ഇപ്പോൾ രാത്രികാലങ്ങളിൽ வீடுன்னு പുറത്തിറങ്ങാറില്ല. பாமன் தான் ஒத்த படையப்பான் சொல்கிற பெரிய யானை 2 கொம்பு யானை. அது இங்கே வந்து லயன்ஸ் கிளப் பயங்கர கஷ்டப்பட்டுட்டு வாழைத்தோப்பு, விவசாயம் பண்ணுற காய்கறி, ஆட்டுக்குள்ளே பில்லு மொத்தம் அழிச்சு எஸ்டேட்டவே பெரிய நாசம் வந்து மனுஷங்களுக்கு இருக்க முடியாத அளவுக்கு கஷ்டப்பட்டு. നാട്ടുകാർ ഭീതിയോടെ കഴിയുമ്പോഴും വനം വകുപ്പ് ഒറ്റയാന്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രശസ്ത ഖവാലി ഗായകൻ അംജദ് സാബ്രി പാകിസ്ഥാനിൽ വെടിയേറ്റ് മരിച്ചു. നഗരത്തിലെ ലിയാഖത്താബാദിയിൽ ഇദ്ദേഹം സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാതർ വെടിയുതിർക്കുകയായി. വേശ്യാവൃത്തിക്ക് നിർബന്ധിച്ചതിനെ തുടർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതിയെ തുർക്കി കോടതി വെറുതെ വിട്ടു. 15 വർഷം തടവിന് വിധിച്ച യുവതിയാണ് കേസ് പുനഃപരിശോധിച്ച് കോടതി വെറുതെ വിട്ടത്. നിരന്തരം ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കുകയും ചെയ്ത ഭർത്താവിനെ കൊലപ്പെടുത്തിയ യുവതിയെയാണ് തുർക്കി കോടതി വെറുതെ വിട്ടത്. യുവതിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ഉയർന്ന വൻ ജനപ്രതിഷേധത്തെ തുടർന്നാണ് സ്വന്തം ഭർത്താവായ ഹസൻ കെരാബൂത്തിനെ കൊലപ്പെടുത്തിയ സിംലേം എന്ന 24-കാരിയെ കോടതി വെറുതെ വിടാൻ ഉത്തരവിട്ടത്. കേസിൽ 15 വർഷത്തെ കഠിന തടവിന് പ്രാഥമിക കോടതി ഉത്തരവിട്ടിരുന്നു. യുവതിയെ ശിക്ഷിച്ചതിനെ തുടർന്ന് തുർക്കിയിലെ മനുഷ്യാവകാശ പ്രവർത്തകരും ഫെമിനിസ്റ്റുകളും രംഗത്തെത്തി. ഇവരുടെ ശക്തമായ പ്രതിഷേധവും കേസ് പുനഃപരിശോധിക്കുന്നതിന് കാരണമായി. സ്ത്രീ സുരക്ഷാ പ്രവർത്തകരാണ് വിധിക്കെതിരെ അപ്പീൽ നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസ് പുനഃപരിശോധിച്ചത്. തുർക്കിയിൽ നിർബന്ധിത വേശ്യാവൃത്തി സ്ഥിരം സംഭവമാണെന്നും തുർക്കിയിലെ പല സ്ത്രീകളും ഇത്തരത്തിൽ നിർബന്ധിത വേശ്യാവൃത്തിക്ക് ഇരയാകുന്നുണ്ടെന്നും ഇത്തരം പൊതുവായ പ്രശ്നത്തിനെതിരെയാണ് സിംലെ പ്രതിഷേധിച്ചതെന്നുമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ വാദങ്ങൾ ഉയർത്തിയത്. 2015-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തോക്കുപയോഗിച്ച് യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. വിവാദ പ്രസ്താവന നടത്തി പുലിവാല് പിടിച്ച നടൻ സൽമാൻ ഖാൻ മാപ്പ് പറയണമെന്ന് വനിതാ കമ്മീഷൻ. 7 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് സൽമാനോട് വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിനിമാ ചിത്രീകരണത്തിനിടയിലെ ജോലിഭാരത്തെ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയോടൊപ്പമിച്ച് വെട്ടിലായ സൽമാൻ ഖാൻ 7 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഉത്തരവ്. ഇല്ലെങ്കിൽ കമ്മീഷൻ മുമ്പാകെ വിളിച്ചു വരുത്തി വിശദീകരണം ആവശ്യപ്പെടുമെന്നും കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. തന്റെ ഏറ്റവും പുതിയ ചിത്രമായ സുൽത്താന്റെ ചിത്രീകരണ വേളയിൽ ഒരു ഓൺലൈൻ പോർട്ടലിനോട് അനുഭവങ്ങൾ പങ്കുവയ്ക്കവെയാണ് ഷൂട്ടിംഗ് ദിനങ്ങളിലെ അമിത ജോലിഭാരത്തെക്കുറിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയെപ്പോലെയെന്ന് സൽമാൻ ഖാൻ വിശേഷിപ്പിച്ചത്. ചിത്രത്തിൽ സൽമാൻ ഗുസ്തിക്കാരന്റെ വേഷമാണ് ചെയ്യുന്നത്. ഷൂട്ടിംഗിൽ മണിക്കൂറുകളോളം വിശ്രമമില്ലാതെ ഭാരമെടുക്കുകയും ഗുസ്തി പിടിക്കുകയും ചെയ്യേണ്ടി വന്നു. കൂടാതെ 120 കിലോ ഭാരമെടുക്കുന്ന ഒരു ഷോട്ട് വ്യത്യസ്ത ആംഗിളുകളിൽ നിന്ന് പകർത്താനായി പലതവണ ആ ഭാരം ഉയർത്തേണ്ടിയും വന്നു.
5-6 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്ത് റിംഗിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീയെപ്പോലെയാണ് അനുഭവപ്പെടാറുള്ളതെന്നായിരുന്നു സൽമാന്റെ പ്രതികരണം. ഇതേ തുടർന്ന് ട്വിറ്റർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയകളിൽ വൻ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നീട് ഇതേപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകരോട് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചെങ്കിലും വനിതാ കമ്മീഷൻ സൽമാൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. മുണ്ടക്കയം TR&T തോട്ടത്തിന്റെ ക്രയവിക്രയങ്ങൾ തടഞ്ഞ് സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവാദ ഭൂമിയിൽ നിന്നും മരം മുറിക്കലും കമ്പനിയുടെ ക്രയവിക്രയ അധികാരവും ഉത്തരവ് പ്രകാരം തടഞ്ഞു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭ്യമായി. ബ്രിട്ടീഷ് ഭരണകാലത്ത് കമ്പനി കൈവശം വയ്ക്കുകയും സ്വാതന്ത്ര്യത്തിന് ശേഷം വൻകിട തോട്ടം ഉടമകൾ കൈവശപ്പെടുത്തുകയും ചെയ്ത ഭൂമിയുടെ രേഖകൾ പരിശോധിച്ച ശേഷമാണ് മുണ്ടക്കയം TR&T കമ്പനിയുടെ കൈവശമുള്ള ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. ഉത്തരവ് പ്രകാരം TR&T കമ്പനി കൈവശം വച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നും മരം മുറിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ സർക്കാർ സംവിധാനങ്ങൾ ഭൂമിയുടെ കൈവശരേഖ നൽകൽ, കരമെടുക്കൽ, ഭൂമി സംബന്ധിച്ച മറ്റു രേഖകളുടെ കൈമാറൽ എന്നിവ സ്പെഷ്യൽ ഓഫീസറുടെ അനുമതിയോട് മാത്രമേ നടത്താവൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ടിൽ വകുപ്പ് 7 1B ഉപവകുപ്പ് പ്രകാരം വിദേശികളുമായുള്ള ഉടമ്പടികൾക്ക് നിയമപരിരക്ഷയുണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് പ്രകാരമാണ് കമ്പനിയുടെ കൈവശമുള്ള ഭൂമി ഭൂസംരക്ഷണ നിയമപ്രകാരം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. സമാനമായ വിഷയത്തിൽ ഹാരിസൺ മലയാളം കമ്പനിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി ഹൈക്കോടതി മുൻപ് ശരിവച്ചിരുന്നു. കമ്പനി ഹാജരാക്കിയ രേഖകളുടെ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് സ്പെഷ്യൽ ഓഫീസർ രാജമാണിക്യം ഉത്തരവിട്ടിരിക്കുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ദളിതർ പന്നികൾക്ക് സമമാണെന്ന് പറഞ്ഞ BJP MLAക്കെതിരെ കേസ്. മഹാരാഷ്ട്രയിലെ MLA രവീന്ദ്ര ചവാനെതിരെ ദേശീയ പട്ടികജാതി കമ്മീഷനാണ് കേസെടുത്തത്. കേസെടുക്കുന്നതിൽ വീഴ്ച വരുത്തിയ പോലീസിന് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഡോംബിവിളി MLA രവീന്ദ്ര ചവാൻ കഴിഞ്ഞ ദിവസം താനയിൽ നടന്ന ഒരു പൊതുചടങ്ങിലാണ് ദളിതരെ പന്നികളോട് ഉപമിച്ചത്. ദളിതരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രധാനമന്ത്രിയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും പരിശ്രമം നടത്തുന്നുണ്ടെന്ന് സ്ഥാപിക്കാനായിരുന്നു MLAയുടെ ശ്രമം. ഇതിനായി തിരഞ്ഞെടുത്തത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കനുമായി ബന്ധപ്പെട്ട ഒരു കഥ. അഴുക്കുചാലിൽ നിന്നും പന്നിക്കുട്ടിയെ രക്ഷപ്പെടുത്തി എബ്രഹാം ലിങ്കൻ അതിനെ വൃത്തിയാക്കിയതുപോലെയാണ് ദളിതരെ രക്ഷിക്കാൻ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ശ്രമിക്കുന്നതെന്നായിരുന്നു രവീന്ദ്ര ചവാന്റെ നിരീക്ഷണം. त्यांच्याही मनामध्ये या महाराष्ट्रामध्ये 100% भाजपा करणं हे स्वप्न ते घेऊन चाललेत. त्या स्वप्नावर तुम्ही आणि आम्ही सर्वांनी चालणं ही काळाची. പ്രസംഗത്തിനെതിരെ ദളിത് സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി. എന്നാൽ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ MLA തയ്യാറായില്ല. നടപടിയെടുക്കാൻ പോലീസും വിസമ്മതിച്ചു. ഇതിനെ തുടർന്നാണ് പട്ടികജാതി കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും പോലീസിന് നോട്ടീസ് അയക്കുകയും ചെയ്തത്. പോലീസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച കമ്മീഷൻ DGPയോട് അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ ജനറൽ VK സിംഗ് ദളിതരെ പട്ടികളോട് ഉപമിച്ചതും വൻ വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാർ ലൈസൻസ് അനുവദിച്ച ക്രമക്കേടിൽ മുൻ എക്സൈസ് മന്ത്രി K ബാബുവിനെതിരെ വിജിലൻസ് അന്വേഷണം. ത്വരിത പരിശോധനയ്ക്ക് വിജിലൻസ് ഡയറക്ടർ ഉത്തരവിട്ടു. ലൈസൻസ് നൽകിയത് മുൻഗണന അനുസരിച്ചല്ലെന്ന ബാർ ഉടമകളുടെ പരാതിയിലാണ് അന്വേഷണം. K ബാബു എക്സൈസ് മന്ത്രിയായിരുന്ന കാലയളവിൽ ബാർ ലൈസൻസുകൾ അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന പരാതിയിലാണ് വിജിലൻസിന്റെ ത്വരിത അന്വേഷണം. DGP ജേക്കബ് തോമസ് വിജിലൻസ് എറണാകുളം ബാർ ലൈസൻസ് നൽകിയത് മുൻഗണനാ ക്രമത്തിലല്ല, ലൈസൻസ് അനുവദിച്ചതിൽ നിക്ഷിപ്ത താൽപര്യം പ്രകടമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയലിസ്റ്റ് അസോസിയേഷൻ പരാതി നൽകിയിട്ടുള്ളത്. സർക്കാർ നയത്തിനനുസരിച്ച് ലൈസൻസ് എക്സൈസ് കമ്മീഷണറായിരുന്നു മുൻകാലങ്ങളിൽ അനുവദിച്ചത്. ഈ അധികാരം മന്ത്രിയുടെ ഓഫീസ് കവർന്നെടുത്തു. അബ്കാരി ചട്ടങ്ങളിൽ അഴിമതി ലക്ഷ്യമിട്ട് ഇടയ്ക്കിടെ ഭേദഗതി വരുത്തി. ചട്ടഭേദഗതി വരുത്തിയ സാഹചര്യവും സമയവും പരിശോധിച്ചാൽ അഴിമതി വ്യക്തമാകുമെന്നും ബാർ ഉടമകളുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആർക്ക് ലൈസൻസ് നഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി ലൈസൻസ് ഇഷ്യൂ ചെയ്തു തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങളിൽ രേഖകൾ പരിശോധിച്ചാൽ മാത്രം വ്യക്തമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല, രേഖകൾ മാത്രം മതി. മൊഴി കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ രേഖകൾ പരിശോധിച്ചാൽ തന്നെ അതിലെ ദുരൂഹതകൾ വ്യക്തമാകാൻ വേറൊന്നും വേണ്ട എന്നാണ് ഞങ്ങൾ ബോധ്യം. നിലവിൽ K ബാബുവിനെതിരെ ബിജു രമേശ് ഉന്നയിച്ച കോഴക്കേസ് ഹൈക്കോടതിയുടെയും മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെയും പരിഗണനയിലാണ്. ഇതിനൊപ്പമാണ് പുതിയ പരാതിയിലെ ത്വരിത അന്വേഷണം. MR സജേഷ്, തിരുവനന്തപുരം. വയനാട് മാനന്തവാടിയിൽ വീണ്ടും മാവോയിസ്റ്റ് സാന്നിധ്യമെന്ന് സൂചന. തവിഞ്ഞോൺ വെൺമണിയിൽ സാജൻ എന്നയാളെ സായുധധാരികളായ സംഘം കൈകാലുകൾ കെട്ടിയിട്ട് നടുറോഡിൽ ഉപേക്ഷിച്ചു. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് സംഭവം. സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്ന സാജൻ വഴിയിൽ ദുരൂഹ സാഹചര്യത്തിൽ 2 അംഗ സംഘത്തെ കണ്ടു. ഭക്ഷണം സംഘടിപ്പിച്ചു തരാൻ ഇവർ ആവശ്യപ്പെട്ടു. ഇത് നിരാകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്ത സാജനെ
കെട്ടിയിട്ട് സായുധ സംഘം കടന്നു കളഞ്ഞതായാണ് പരാതി. സംഭവത്തെ തുടർന്ന് പോലീസ്, തണ്ടർബോൾട്ട് സംഘങ്ങൾ പ്രദേശത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനോ മറ്റു വിവരങ്ങൾ ശേഖരിക്കാനോ കഴിഞ്ഞില്ല. മുൻ വിജിലൻസ് ഡയറക്ടർമാരുടെ കാലത്ത് നടന്ന അന്വേഷണത്തിലെ പൊരുത്തക്കേടുകൾ പരിശോധിക്കാൻ ജേക്കബ് തോമസിന്റെ തീരുമാനം. തെളിവുകളും സാക്ഷിമൊഴികളുമുള്ള കേസുകളിൽ അന്വേഷണത്തിനിടയിൽ ബോധപൂർവം വീഴ്ച വന്നോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. നിയമോപദേശത്തിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നതും അന്വേഷണ വിധേയമാക്കും. മുൻ വിജിലൻസ് ഡയറക്ടർമാരായ വിൻസെന്റ് പോൾ, എൻ ശങ്കർ റെഡ്ഡി എന്നിവരുടെ കാലത്ത് നടന്ന വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടുകളിലെ പാളിച്ചകൾ കണ്ടെത്താനാണ് നിലവിലത്തെ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണത്തിലെ പാളിച്ചകളും പൊരുത്തക്കേടുകളും മൂലം ആരോപണ വിധേയർ രക്ഷപ്പെട്ട പ്രമാദമായ കേസുകൾ പ്രത്യേകം പരിശോധിക്കും. കൃത്യമായ തെളിവുകളും മൊഴികളും ഉണ്ടായിട്ടും അവ പരിശോധിക്കാതെ ആരോപണ വിധേയർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം വിജിലൻസ് ഉദ്യോഗസ്ഥർ ഒരുക്കിക്കൊടുത്തോ എന്നാണ് പ്രധാനമായും പരിശോധിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുകളെ മേലധികാരിയായ വിജിലൻസ് ADGPയും ഡയറക്ടറും വഴിതെറ്റിച്ചോ എന്നതും അവർക്ക് തെറ്റായ നിയമോപദേശം ലഭിച്ചിട്ടുണ്ടോ എന്നതും പ്രത്യേകം പരിശോധിക്കും. ജേക്കബ് തോമസിന്റെ ഈ നീക്കം മുൻ മന്ത്രിമാരുടെയും മുൻ വിജിലൻസ് ഡയറക്ടർമാരുടെയും ഉറക്കം കെടുത്തുമെന്നത് ഉറപ്പാണ്. മുൻ മന്ത്രി KM മാണി കോഴ വാങ്ങുന്നത് കണ്ടു എന്ന് ദൃക്സാക്ഷി മൊഴിയും സാഹചര്യ ശാസ്ത്രീയ തെളിവുകളും ഉണ്ടായിട്ടും അവയെല്ലാം അവഗണിക്കപ്പെട്ടു. മന്ത്രി K ബാബുവിനെതിരായ ബാർക്കോഴ ആരോപണത്തിലും ദൃക്സാക്ഷി മൊഴികൾ ഉണ്ടായിരുന്നു. സംസ്ഥാന ഖജനാവിന് നഷ്ടം സംഭവിച്ച ആ കേസിൽ K ബാബുവിനെ പ്രതിയാക്കാനുള്ള തെളിവുകളില്ലെന്നായിരുന്നു R നിഷാന്തിനി IPSന്റെ റിപ്പോർട്ട്. ഇവയടക്കം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വിജിലൻസിന് വീഴ്ച പറ്റിയ പ്രമാദമായ എല്ലാ കേസും ഒരിക്കൽ കൂടി പരിശോധിക്കാനാണ് വിജിലൻസ് ഡയറക്ടറുടെ തീരുമാനം. മതിയായ തെളിവുകളുണ്ടെങ്കിൽ CRPC 173(8) പ്രകാരം കേസ് പുനരന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഉത്തരവിടാൻ അധികാരമുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് വീഴ്ച പറ്റിയ കേസുകൾ അന്വേഷിക്കുന്നതിന് പ്രത്യേക സംഘത്തെ വിജിലൻസ് ഡയറക്ടർ നിയോഗിച്ചിരിക്കുന്നത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ അടച്ചുറപ്പേയുള്ളൂ വയനാട് വാഴവറ്റയിലെ തോട്ടുമാക്കൽ പ്രകാശിന്റെ വീടിന്. ബിരുദ വിദ്യാർത്ഥിയായ മകളും മകനും ഭാര്യയും അടങ്ങുന്ന കുടുംബം ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന ഷെഡിലാണ് താമസിക്കുന്നത്. നിർധനരായ ഈ കുടുംബം അധികൃതരുടെ കനിവാണ് കാത്തിരിക്കുന്നത്. ഒരു ദുരിത കാഴ്ച കൂടി. നമസ്കാരം. വാഴവറ്റയിലെ ഈ വഴിയോരത്ത് അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീടാണ് ഇവരുടെ സ്വപ്നം. പ്രകാശിന്റെ നെഞ്ചുലയുന്ന പെരുമഴക്കാലമാണിത്. 2 വർഷത്തിലേറെയായി നട്ടെല്ലിന്റെ തേയ്മാനം കാരണം ജോലിക്ക് പോകാനാവുന്നില്ല. ഭാര്യ സുജ വീട്ടുജോലിക്ക് പോയാണ് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത്. മകളുടെ ബിരുദ പഠനത്തിനും ഇളയ മകന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനുമെല്ലാം ഇതുമാത്രമേയുള്ളൂ വരുമാനം. വൈദ്യുതി പോലുമില്ലാത്ത വീട്ടിൽ മക്കളുടെ പഠനം പോലും ഇടയ്ക്ക് മുടങ്ങുന്നത് വേദനയോടെയേ ഇവർക്ക് പറയാനാകൂ. വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 പേരും കൂടി ഇതിനകത്ത് ആകെ കിടക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിനുമില്ല. ഒരു അടുക്കള വേറെ തിരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ ആണ് ഇപ്പോൾ 4 വർഷമായിട്ട്. മഴക്കാലമാകുമ്പോൾ ഇത് കാറ്റൊക്കെ എടുക്കും, ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ എന്താ ഇന്നാവും നാളെയാവും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്ന് 1 ലക്ഷം രൂപ വീടിനായി നേരത്തെ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാലേ ആദ്യ ഗഡു കിട്ടൂ എന്നതിനാൽ പണി നടത്താനായില്ല. അധികാരികളും സുമനസ്സുകളും കനിവിൻ്റെ കൈനീട്ടിയാൽ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ സ്വപ്നത്തിനും ഇവരുടെ ജീവിതത്തിനും വലിയ തണലാകും. അനൂപ് കയാർ, വയനാട്.